UDFിന്റെ ഉന്നതാധികാര സമിതി കൊച്ചിയിൽ ചേരുകയാണ്. ഒരുപാട് വലിയ തീരുമാനങ്ങൾ അതിനകത്ത് വരാൻ പോവുകയാണ്. കാരണം മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു. 100 ദിവസത്തെ പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ടീം UDF. പണത്തിന് മേലെ പരുന്നും പറക്കത്തില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ പണം കൊടുത്ത് അധികാരം മേടിക്കുന്നവരുമുണ്ട്. മുന്നണിക്കകത്ത് മുന്നണി എന്ന ബോധത്തോടു കൂടി നിൽക്കുന്ന കക്ഷികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും പിന്നെ ലീഗും തന്നെ എടുത്തു പറയാനുള്ളൂ. ചോറ് ഇവിടെയും കൂറ് അവിടെയുമായിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നും UDFിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെയും പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെയും മണഗുണാഞ്ചന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഈ വിവാദം ഉണ്ടാക്കി വെച്ചത് UDFിനകത്ത് മാണി സി കാപ്പനാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ആദ്യം പറയുന്നത് മാണി സി കാപ്പനാണ്. ജോസ് കെ മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് വേണ്ടി ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഇത്രയും ത്യാഗമനസ്ഥിതിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ ആരും കണ്ടു കാണത്തില്ല. മുണ്ടുപറിയും കൊടികെട്ടലും ഒന്നും പ്രതീക്ഷിക്കേണ്ട, നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. എന്തായിരുന്നാലും ജി ദേവരാജൻ്റെ നല്ല ചായയൊക്കെ കുടിച്ച് ഇയാളുടെ ഈ ടെക്നിക്കൽ അഡ്വൈസൊക്കെ കേട്ടിട്ട് UDF എന്ത് തീരുമാനം എടുക്കുമോ എന്നുള്ളത് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നാളെ UDFിന്റെ ഉന്നതാധികാര സമിതി കൊച്ചിയിൽ ചേരുകയാണ്. ഒരുപാട് വലിയ തീരുമാനങ്ങൾ അതിനകത്ത് വരാൻ പോവുകയാണ്. കാരണം മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു. 100 ദിവസത്തെ പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ടീം UDF. പക്ഷേ ഈ ടീം UDFിനകത്തെ ചില ഘടകകക്ഷികൾ 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പരാജയം ഉറപ്പിക്കും എന്നൊരു പക്ഷം പറയുന്നുണ്ട്. എന്താണ് അഭിപ്രായം? പണത്തിന് മേലെ പരുന്നും പറക്കത്തില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ പണം കൊടുത്ത് അധികാരം മേടിക്കുന്നവരുമുണ്ട്. പക്ഷേ നന്നായി പണം കിട്ടിയില്ല, ഇപ്പോൾ തൽക്കാലം അധികാരം കിട്ടിയില്ലെങ്കിലും അതിനേക്കാളും വലിയ അധികാരത്തിലേക്ക് പോകാൻ പിന്നെ ഉള്ള ആവശ്യമായിട്ടുള്ള പണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ UDFിനകത്ത് പലതും സംഭവിക്കും. അങ്ങനെ വലിയ ഓഫറുകൾ, അത് നമ്മൾ കരുതുന്ന പോലെ 100 കോടിയും 200 കോടിയുടെയും ഒന്നും കേസല്ല. അതിനേക്കാൾ വലിയ കോടികൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള കോർപ്പറേറ്റുകളുടെ സപ്പോർട്ടുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മടിയിൽ പോയിട്ട് പരസ്യമായിട്ട് തലവെച്ച് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രഹസ്യമായി ധാരണകളിലേക്ക് നീങ്ങിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. മുന്നണിക്കകത്തുള്ള ഒരു കക്ഷി. മുന്നണിക്കകത്ത് മുന്നണി എന്ന ബോധത്തോടു കൂടി നിൽക്കുന്ന കക്ഷികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും പിന്നെ ലീഗും തന്നെ എടുത്തു പറയാനുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ RSP, പക്ഷെ അതും അങ്ങനെ തന്നെയാണ്. അതും പിന്നെ CP ജോൺ 100% കടത്തിരുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുമാണ്. പുള്ളി അധികാര താല്പര്യത്തിന്റെ പുറകെ പോകുന്ന ഒരാളല്ല. പിന്നെ അനൂപ് ജേക്കബിനെ കൊണ്ടുപോകും. അനൂപ് ജേക്കബിനെ ഞാൻ പറഞ്ഞല്ലോ, പിറവത്ത് മാത്രമേ നിങ്ങൾക്ക് ആർക്കും ശല്യമില്ല, വായി കൈയിട്ടാ കടിക്കത്തില്ല. അതാണ് ഒരു പാവത്താല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജി ദേവരാജൻ അതിനകത്തുണ്ട്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, പാവത്തെ ഇനി കൊല്ലുന്നില്ല. പണ്ട് വലിയ ദേശീയ പാർട്ടിയായിരുന്നു. ബംഗാളിലൊക്കെ മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. യെച്ചൂരിയുടെയൊക്കെ കാലം തൊട്ട് യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെ ഒക്കെ കൂടെ ചായ കുടിച്ചിരുന്ന ആളാണ്. സുർജിത്തിൻ്റെയും EMSൻ്റെയും കൂടെ ചെറുപ്പത്തിൽ ചായ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പിന്നെ പുള്ളി UDFിനകത്ത് പങ്കെടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. കാരണം UDFിനകത്ത് പണ്ട് മറ്റേ AICCയുടെ പ്ലീനറി സമ്മേളനം നടക്കുമ്പോൾ നമ്മളെ ഇടുക്കിയിൽ നിന്ന് കണ്ടുള്ളൊരു കോൺഗ്രസ്സുകാരൻ പോയിട്ട് പറഞ്ഞായിരുന്നു, AICC ഓഫീസ് മേ ചായ് ദേനെ വാലോ ജാഡു മാർനെ വാലോ അത് പറഞ്ഞ പോലെ UDF मीटिंग में चाय देने के लिए झाड़ू मारने के लिए काफी चाहिए, कोई तो आना चाहिए. उसके लिए वो उधर बैठेगा तो अच्छा है. ദേവരാജൻ ഫോർവേഡ് ബ്ലോക്ക് അവിടെ നിൽക്കട്ടെ. കാരണം പിന്നെ വേണമെങ്കിൽ ചായ കുടിച്ച ക്ലാസ്സും കഴിയിക്കൂടോ, ഒന്നും കുഴപ്പമില്ല. കാരണം അതൊക്കെ തന്നെ ഇപ്പോൾ UDFിനകത്ത് പുള്ളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പറഞ്ഞില്ല. പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കും. പ്രേമേന്ദ്രനെ ചിലപ്പം മോദി ഇങ്ങോട്ട് അങ്ങ് വലിക്കും. അതൊക്കെ തന്നെ ഉള്ളുണ്ടാകാൻ പോകുന്നത്. പ്രേമേന്ദ്രൻ ഇപ്പോഴും പിന്നെ ജോൺ ബ്രിട്ടാസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വിമർശിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തെ ഉള്ള വിമർശനം ഒരു മയത്തിലാണ്. അതായത് പ്രേമേന്ദ്രൻ്റെ ക്രെഡിബിലിറ്റി ഇല്ല. പ്രേമേന്ദ്രൻ സോളാർ കേസിൻ്റെ സമയത്ത് പിന്നെ ഇന്നലെ നമ്മളോട് പിന്നെ CPയുടെ സുഹൃത്ത് സംസാരിച്ചതുപോലെ രാവിലെ 9:30 പിന്നെ UDFിനെതിരെ പിന്നെ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പൊതുയോഗത്തിൽ ഭയങ്കര വെല്ലുവിളിച്ചും പിന്നെ താക്കീത് നൽകിയും പ്രസംഗിച്ച ആൾ വൈകിട്ട് നേരെ UDFിലോട്ട് പോയ ആളാണ് പ്രേമേന്ദ്രൻ. ഇനിയിപ്പോൾ ആകാൻ ബാക്കിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയാകും പോട്ടെ. അത് അവിടെ പെൻഡിങ്ങിലാണ്, പെട്ടെന്നൊന്നും ഉണ്ടാകുന്ന സംഭവമല്ല. പിന്നുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് ഓൾറെഡി മോൻസ് BJP നേതൃത്വമായിട്ട് ജോസഫ് അറിയാതെ പോയതൊന്നുമല്ല, പോയിട്ട് എല്ലാ ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞതാണ്. കുറച്ച് കാലം ആയതാണ്. അതൊക്കെ അവിടെ ഉണ്ട്, പെൻഡിങ് അവിടെ ഉണ്ട്. ചോറ് ഇവിടെയും കൂറ് അവിടെയുമായിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നും UDFിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെയും പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെയും മണഗുണാഞ്ചന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. അവർ പോലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞെട്ടുമായിരിക്കും. ഇനിയിപ്പോൾ അറിയാഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നതാണോ? അല്ല, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നതാണ്. എന്തെങ്കിലും കമ്മീഷൻ കിട്ടിയില്ലോ? അല്ല, കമ്മീഷൻ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. UDF ഇവർ പക്ഷേ ഇലക്ഷൻ വരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും.
UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2 ക്യാബിനറ്റ് ചോദിക്കാമെന്ന് കരുതും. ഒന്ന് അപ്പുനും ഒന്ന് മോൻസിനും ചോദിക്കാമെന്ന് കരുതും. അങ്ങനെ ഉള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. കാരണം വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. പിന്നെ ഇനിയിപ്പോൾ അവർ നോക്കുന്നത് കുട്ടനാടും കോതമംഗലത്തുമാണ്. അവിടെ ചിലപ്പോൾ അവർ പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ചിലപ്പോൾ അവർ ജയിച്ചു പോകാൻ സാധ്യതയുണ്ട്, കുട്ടനാട് കോതമംഗലമൊക്കെ. എന്തായാലും അവർക്ക് അവിടെ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് MLA ആവണമെന്നേ ഉള്ളൂ, ആയുഷ്കാല സാഫല്യമാണ്, അതിനപ്പുറത്തേക്കുള്ള മോഹങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ രണ്ടുപേരും മന്ത്രിസ്ഥാനത്തിന് ക്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കെങ്കിലും. അപ്പോൾ തുടക്കക്കാരനായതുകൊണ്ട് മോൻസിന് മന്ത്രിസ്ഥാനം, മറ്റേയാൾക്ക് വല്ല ഗവൺമെൻറ് ചീഫ് വിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. സ്പീക്കറായിട്ടും ഡെപ്യൂട്ടി സ്പീക്കറായിട്ടും പോകത്തില്ല. അപ്പോൾ തോന്നുന്ന പോലെ വാ തുറക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ അപ്പോൾ അധികം വാ തുറക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു. ഈ PJ ജോസഫ് ആണെങ്കിൽ പിന്നെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് PJ ജോസഫിന്റെ മാതിരിയാണ്, പാട്ടൊക്കെ പാടും, പിന്നെ ഹാർമോണിയം വായിക്കും. എന്തായാലും ഫ്ലൂട്ട് വായിക്കത്തില്ലല്ലോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാണി സി കാപ്പനാണ്. ഈ വിവാദം ഉണ്ടാക്കി വെച്ചത് UDF-നകത്ത് മാണി സി കാപ്പനാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ആദ്യം പറയുന്നത് മാണി സി കാപ്പനാണ്. ജോസ് കെ മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് വേണ്ടി ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഇത്രയും ത്യാഗമനസ്ഥിതിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ ആരും കണ്ടു കാണത്തില്ല. ഇത്രയും ത്യാഗമനസ്ഥിതിയുള്ള, സ്വന്തം വീട് ഒഴിഞ്ഞു കൊടുക്കാന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളോട് താമസിച്ചോ, ഞാൻ എവിടെയും പോയി ഇപ്പോൾ താമസിച്ചോളാന്ന് പറയുന്ന പോലെയുള്ള ഇത്രയും ത്യാഗിയായ ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചു പോയതെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര പശ്ചാത്തലം. ഞാൻ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാൽച്ചോട്ടിലെ മണ്ണ് ഒഴിച്ചു പോകുന്നു എന്നുള്ളത് കാപ്പന് നന്നായിട്ട് അറിയാം. 2185 വോട്ടിന്റെ ലീഡ് LDF-നോടെ ഉണ്ട്. അതെ ഞാൻ പറഞ്ഞത്. അപ്പോൾ കാൽച്ചോട്ടിലെ മണ്ണൊഴിച്ചു പോകുന്നു എന്നുള്ളത് കാപ്പന് നന്നായിട്ട് അറിയാം. കാപ്പൻ ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ UDF മുമ്പോട്ടൊക്കെ പോയേനെ അവിടെ. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാപ്പൻ്റെ കാര്യം അവിടെ നിൽക്കുക. കാപ്പനെ സംബന്ധിച്ചിടത്തോളം കാപ്പനെ ആരും പർച്ചേസ് ചെയ്യാൻ തയ്യാറാവത്തില്ല. ഇതുപോലെ പോത്ത് വരുന്നൊക്കെ ആണെങ്കിൽ കാപ്പൻ്റെ സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇറച്ചി കറിക്ക് എടുക്കായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ഹൈറ്റും വെറ്റും ഒക്കെ ഉണ്ട്. ഏകദേശം 1.5 കിൻഡൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും അങ്ങനത്തെ മതിപ്പ് വിലയും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കാപ്പൻ മനുഷ്യനായിട്ട് ജനിക്കുന്നതിന് പകരം പോത്തായിട്ട് ജനിച്ചിരുന്നെങ്കിൽ നല്ല കച്ചവടക്കാർ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയാൽ അത്യാവശ്യം വിലയും കിട്ടിയേനെ. ഇപ്പോൾ ഇതിപ്പോൾ ഇടക്കാച്ചരക്കായിട്ട് മാറിയിട്ടുണ്ട്. അതുമല്ല, കാപ്പൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ ആരാ? പണ്ട് ഇവർ NCP ആയിരുന്നു. അപ്പോൾ NCP നിന്ന് വിട്ടുവിടുന്നതിൻ്റെ കാരണം LDF പിന്നെ മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ ജോസ് കെ മാണിക്ക് ആ സീറ്റ് വിട്ടു കൊടുക്കുകയും കാപ്പിന് വേറെ സീറ്റ് ഏതെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പാലാ വിട്ടു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ NCP വിട്ട് ഈ ഒരു പാർട്ടിയുടെ പേര് ഉണ്ട്, വേറെന്തോ ഒരു പാർട്ടി, KDP. ഇയാൾ അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഇയാൾ അതിന് മുമ്പ് NCP-യിലാകുമ്പം NCPക്ക് ദില്ലിയിലൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനും ഉണ്ട് ചെറിയൊരു സംവിധാനം അവിടെ ദില്ലിയിലുണ്ട്. CPM-നുണ്ട്. ദില്ലിയിൽ എന്തിനാ ഓഫീസെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. CPI-ക്ക് ദില്ലിയിൽ എന്തിനാ ഓഫീസെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ആ ഓഫീസൊക്കെ വിറ്റിട്ട് അത് അസറ്റാക്കി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുകയാണ് നല്ലത്. കാരണം ദില്ലി പോവുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ടതുണ്ടെങ്കിൽ ആകെ പോകാനുള്ളത് നമ്മളെ രാഹുൽ ഗാന്ധിയെ കാണാനും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് മീറ്റിംഗ് കൂടാനുമാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലുണ്ട്, CPI-യുടെ ആൾക്കാർ രാജ്യസഭയിലുണ്ട്, CPM-ൻ്റെ വേറെ ആൾക്കാർ രാജ്യസഭയിലുണ്ട്, കേരളാകൃഷ്ണനുണ്ട്, പാർലമെൻറ്റിലുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്, കേരള ഹൗസ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം താമസിച്ചാൽ മതി. കാരണം അതിന് ഇവർക്ക് ഇപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓഫീസിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല, പ്രത്യേകിച്ചുള്ള പണിയൊന്നുമില്ല. അതല്ല നമ്മുടെ വിഷയം. NCP-യുടെ ദില്ലിയിലെ ഓഫീസിലെ അവിടുത്തെ പിയൂണായിരുന്ന ഒരു ജോസ് മോനെ പിടിച്ചിട്ടാണ് ഇയാളുടെ പാർട്ടിയുടെ, കാരണം ഇയാളുടെ പാർട്ടിയിൽ ആര് സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നാലും മാറുക. ഏറ്റവും കൂടുതൽ സംസ്ഥാന പ്രസിഡന്റുമാർ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ മാറിയ ഒരു റെക്കോർഡിട്ട പാർട്ടിയാണ് ഈ NCP എന്ന് പറയുന്ന കാപ്പൻ്റെ സ്വന്തം പാർട്ടി, KDP. അപ്പോൾ KDP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടുത്തെ ഓഫീസിലെ പിയൂണായിരുന്നു. അപ്പോൾ അതൊരു മോശം വിജയമെന്നുള്ള മോശം. അയാൾ ഇപ്പോഴും നാളെ UDF-ന്റെ ഉന്നതാധികാര സമിതി പങ്കെടുക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് അറിയാൻ പാടില്ല. കുഞ്ഞാലിക്കുട്ടിയും സാഹിബും പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും VD സതീശനും അടൂർ പ്രകാശും സണ്ണി ജോസഫും ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രസം. പിന്നൊരു മുതൽ വരാനുണ്ട് അതിനകത്ത്. രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് UDF-നകത്ത് ഉൾപ്പെടുത്തി. ഞാൻ ഇങ്ങനെക്കുറിച്ച് അന്വേഷിച്ച് ഭയങ്കര രസമില്ല. ഇങ്ങനെ വിദേശത്തൊക്കെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇയാളെ സ്വന്തമായിട്ടൊരു പോക്കറ്റ് സംഘടന ഉണ്ടാക്കി. പണ്ട് CK മേനോൻ അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു, നമ്മളെ ബസ്ഗാദ് ഗ്രൂപ്പിൻ്റെ ഗൾഫിലെ. തൃശ്ശൂർ ജില്ലാ സഹൃദവേദി എന്ന് പറഞ്ഞ് ഗൾഫിൽ എല്ലാ രാജ്യങ്ങളിലും സംഘടനയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ പുള്ളിക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ ഇവരെല്ലാം വിളിച്ചു കൂട്ടും. പിന്നെ പുള്ളിയുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇയാൾ സ്വന്തമായിട്ട് കുറച്ചൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് പോക്കറ്റ് സംഘടന ഉണ്ടാക്കിയിട്ട് അതിന് UDF-ൽ എങ്ങനെ അംഗീകാരം കിട്ടി എന്നുള്ളത് ഏറ്റവും പരിശോധിക്കപ്പെടേണ്ടത്. ഞാൻ കരുതിയത് VD സതീശനോ KC വേണുഗോപാലോ ആണ് അതിൻ്റെ മുൻകൈ എടുത്തുന്ന. അവർക്ക് രണ്ടുപേർക്കും അതിനകത്ത് റോളില്ല. ഈ വിഷയത്തിനകത്ത് അവർക്ക് രണ്ടുപേർക്കെല്ലാം മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് ഇയാളെ കൊണ്ടുവന്നിട്ട് കുന്നമംഗലത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. ഇപ്പം കുന്നമംഗലം എന്ന് പറയുന്നത് 2008 മുമ്പ് 2006 തെരഞ്ഞെടുപ്പ് വരെ, ഡീലിമിറ്റേഷൻ വരുന്നത് വരെ അത് സംവരണ സീറ്റായിരുന്നു. അന്ന് UC രാമനൊക്കെ അവിടെ നിന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2008 അത് പിന്നെ ജനറൽ സീറ്റായിട്ട് മാറി. 2011 തൊട്ട് അതിന് മുമ്പ് കൊടുവള്ളിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച PTI റഹീമാണ് തുടർച്ചയായിട്ട് 2011-ലും 2016-ലും 2021-ലും ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു കുന്നമംഗലത്ത് നിന്ന്. കുന്നമംഗലത്ത് കഴിഞ്ഞ തവണ ലീഗിൻ്റെ സീറ്റായിട്ടും ലീഗ് ആ സീറ്റിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി. UC രാമനെ പക്ഷേ അവർ കോങ്ങാട് കൊണ്ടേ നിർത്തി, ശാന്തകുമാരിയോട് തോറ്റു. ഇവിടെയാണെങ്കിൽ UC രാമന് പിന്നെ ഒന്ന് മത്സരിച്ച് നോക്കായിരുന്നു. അപ്പോൾ UC രാമൻ ഇത്തവണ വീണ്ടും കുന്നമംഗലത്ത് കൊണ്ടുവരുമെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഈ
ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന് പിന്നെ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണ ലീഗിൽ ആരാണ് അതിന് പൈസ മേടിച്ചിട്ടുള്ളത് നമുക്കറിയത്തില്ല. അന്നേരം കച്ചവടമാണോ നടക്കാതൊന്നും പോവില്ലല്ലോ. കച്ചവടം നടക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. കാരണം എന്താ വെച്ചാൽ നല്ല കച്ചവടം തന്നെ നടക്കും. അപ്പോൾ കച്ചവടം ഇല്ലാത്ത പരിപാടിയൊന്നും അതിനകത്ത് ഉണ്ടാവത്തില്ല. ഇപ്പോൾ 2016 PV അൻവർ വരുമ്പോൾ നല്ലപോലെ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. അത് ആർക്കാ കിട്ടിയെന്നുള്ളതൊക്കെ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. കച്ചവടം നടന്നത് പിണറായിയും കോടിയേരിയും ഒന്നും അറിഞ്ഞില്ല. കച്ചവടം ഇപ്പുറത്താണ് നടന്നത്. ആരൊക്കെയാണ് UDF യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ KPCC പ്രസിഡന്റിന്റെ UDFന്റെ ചെയർമാനോ കൺവീനർക്കോ എന്തോ ഒക്കെ വല്ല ധാരണയുണ്ടോ? അല്ല, അത് രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിനകത്ത് ഈ പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്തായാലും പിന്നെ പങ്കെടുക്കുന്നത് ഒന്ന് അടൂർ പ്രകാശ്, ഒന്ന് സണ്ണി വക്കീൽ, ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല പങ്കെടുത്തേക്കാം, അങ്ങനെ 3, 4, 5 മുരളി ഉണ്ടാവും. മുരളി പഴയ സ്വഭാവമൊക്കെ നിർത്തിയിട്ടുണ്ട്, മുണ്ട് പറിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ്സുകാരെയാണ് ആ കാര്യത്തിൽ പേടിക്കേണ്ടത്. അവർക്ക് ചാൻസ് കിട്ടിയാൽ മുണ്ട് പറിക്കുന്നത് അവരെ കലാപരിപാടി. ലീഗുകാർ പിന്നെ മുണ്ട് പറിക്കാനൊന്നും പോകാറില്ല. മുണ്ട് പറിയും കൊടികെട്ടലും ഒന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. എന്തായിരുന്നാലും G. ദേവരാജൻ്റെ നല്ല ചായയൊക്കെ കുടിച്ച് ഇയാളുടെ ഈ ടെക്നിക്കൽ അഡ്വൈസൊക്കെ കേട്ടിട്ട് UDF എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.